ഇന്നത്തെ വീഡിയോ നമുക്കെല്ലാം വളരെയേറെ ഇഷ്ടപ്പെട്ട അഗ്ലോണിമ പ്ലാന്റിനെ പറ്റിയാണ്. അഗ്ലോണിമ പ്ലാന്റിൻ്റെ കട്ടിങ്സ് എങ്ങനെയാണ് വളരെ പെട്ടെന്ന് വേര് പിടിപ്പിക്കുന്നതെന്നും അതുപോലെ വേര് പിടിപ്പിച്ച് നമ്മൾ നട്ട് കഴിഞ്ഞാൽ അതിൽ കൂടുതൽ തൈകൾ വന്ന് ചട്ടി നിറഞ്ഞ് നിൽക്കുന്നതിനും ചെടി കൂടുതൽ ആരോഗ്യത്തോടെ നിൽക്കുന്നതിനും വീട്ടിൽ തന്നെ തയ്യാറാക്കി നൽകാവുന്ന 2 ഫെർട്ടിലൈസറുകളും ഇന്നത്തെ വീഡിയോയിൽ പരിചയപ്പെടുത്തുന്നുണ്ട്. ഇപ്പോൾ ഇതിൻ്റെ വിവിധ വെറൈറ്റീസ് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടുന്നുണ്ട്. ഇതിൻ്റെ ഇലകളുടെ ആ ഒരു വൈവിധ്യം, നിറയെ കളർഫുൾ ആയിട്ടുള്ള ഇലകളാണ്. പല നിറങ്ങളിൽ ഇതിൻ്റെ ഇലകൾ കാണുന്നുണ്ട്. ഇതൊക്കെയാണ് ഇതിനെ കൂടുതലും ഡിമാൻഡ് ഉളവാക്കുന്നത്. നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന ഡൈഫൻ ബക്കിയ എന്ന് പറയുന്നൊരു പ്ലാന്റ് ഉണ്ട്. അതിൻ്റെയൊക്കെ ഹൈബ്രിഡ് ഇനങ്ങൾ തന്നെയാണിത്. ഈ ചെടിയുടെ കെയറിങ്ങിനെ പറ്റി വിശദമായൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് അതും കണ്ടു കഴിഞ്ഞാൽ ഇതിൻ്റെ കെയറിങ് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ പുതിയ വെറൈറ്റീസൊക്കെ വന്നു കഴിഞ്ഞാൽ അതിൽ ധാരാളം തൈകൾ വന്നു കഴിഞ്ഞാൽ നമുക്ക് പ്രൊപ്പഗേറ്റ് ചെയ്ത് അനേകം ചട്ടികളിലേക്ക് മാറ്റി വെക്കാവുന്നതാണ്. അതുപോലെ തന്നെ അതൊരു വരുമാന മാർഗവുമാക്കി മാറ്റാവുന്നതാണ്. ഏറ്റവും പെട്ടെന്ന് നമുക്ക് വളർത്തിയെടുക്കാവുന്ന, വലിയ കെയറിങ് ഒന്നും കൂടാതെ തന്നെ ഒരു വീട്ടമ്മയ്ക്ക് പോലും വീട്ടിൽ വളർത്തിയെടുക്കാവുന്ന ഒരു ചെടിയാണ് ഈ അഗ്ലോണിമ. അപ്പോൾ ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള വെറൈറ്റീസ് നമ്മൾ വാങ്ങി വളർത്തി കഴിഞ്ഞാൽ 3-4 തൈകളൊക്കെ ഉണ്ടെങ്കിൽ നമുക്കതിൽ നിന്നും കൂടുതൽ തൈകൾ വളർത്തിയെടുക്കാനാവും. അപ്പോൾ ഏറ്റവും കൂടുതൽ ഡിമാൻഡ് ഉള്ളത് ഇത്തരത്തിൽ നല്ല ചുവന്ന ഇലകൾ, പിങ്ക് ഇലകളൊക്കെ ഉള്ള പ്ലാന്റുകൾക്കാണ്. ഇതുപോലെ ആകർഷകമായ ഇലകളോട് കൂടിയ ചെടികൾ, പൂക്കളുണ്ടാകുന്ന ചെടികളേക്കാൾ കൂടുതൽ ഡിമാൻഡാണ് വിപണിയിൽ. അപ്പോൾ നല്ല ഇനങ്ങൾ നോക്കി നമ്മൾ വളർത്തി വലുതാക്കി കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരു വരുമാന മാർഗമാക്കാവുന്നതാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് ഇത്തരത്തിലുള്ള ചെടികൾ എങ്ങനെയാണ് കൂടുതലായിട്ടും തൈകൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് വളം കൊടുക്കുന്നതെന്ന് നോക്കാം. നമ്മളെപ്പോഴും ചെറിയ പോട്ടുകളിലൊക്കെ വളർത്തി ഇൻഡോറിലൊക്കെയാണ് വെക്കുന്നത്. അപ്പോൾ എൻ്റെ ഒരു സ്വഭാവത്തിൽ പറയുകയാണെങ്കിൽ ഞാൻ ഈ അഗ്ലോണിമ എപ്പോഴും എൻ്റെ സ്റ്റഡി ഏരിയയിൽ വെക്കാറുണ്ട്. അപ്പോൾ നമുക്ക് റൂം ഫ്രഷൊക്കെ ആക്കി വെക്കണമെന്നുണ്ടെങ്കിൽ ഈ അഗ്ലോണിമ അത് എപ്പോഴും ചെറിയ ചട്ടികളിലായിരിക്കും നമ്മൾ വെക്കുക. മേശപ്പുറത്തൊക്കെ കൊണ്ട് വെക്കാനായിട്ട് ഞാൻ ചെറിയ ചട്ടികളിലൊക്കെ ആക്കി വെക്കാറുണ്ട്. അപ്പം ഒരുപാട് പേര് അങ്ങനെ ചെയ്യുന്നുണ്ട്. നമുക്ക് നമ്മുടെ റൂമിൽ നല്ല ഫ്രഷ് എയർ കിട്ടുന്നതിനായിട്ട് വളരെ പെട്ടെന്ന് ഇത് ഇലകൾ കൊഴിഞ്ഞു പോകുന്ന ഒരു ഇലയല്ല. അതുപോലെ യാതൊരുവിധ കെയറിങ്ങും വേണ്ട. ഇതിൻ്റെ ഇലകൾ വല്ലപ്പോഴും ഒന്ന് തുടച്ചു കൊടുത്ത് കുറച്ച് വെള്ളമൊക്കെ മതി ഇതിനെ ഒന്ന് കെയർ ചെയ്ത് നിർത്തി കഴിഞ്ഞാൽ ദീർഘനാൾ നമ്മുടെ റൂമിലൊക്കെ ഇരുന്നോളും. വല്ലപ്പോഴും ഒക്കെ എടുത്തൊന്ന് ചെറിയ സൂര്യപ്രകാശത്തിലോട്ട് കാണിച്ചാൽ മതി. അതും നല്ല കടുത്ത വെയിലേക്കൊക്കെ മാറ്റി വെക്കാനേ പാടില്ല. ഇനി നമുക്ക് എങ്ങനെയാണ് ഈ അഗ്ലോണിമയുടെ കട്ടിങ്സ് വേര് പിടിപ്പിച്ചെടുക്കുന്നതെന്ന് നോക്കാം. ഇതിനായിട്ട് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് കുറച്ച് മൂപ്പെത്തിയ ഒരു അഗ്ലോണിമയുടെ മുകൾ വശം, ഇതിൻ്റെ തലപ്പ് ഭാഗം നമ്മൾ കട്ട് ചെയ്തെടുക്കുക. അപ്പോൾ ഇതിൻ്റെ ഇലകളൊക്കെ തീർന്നതിന് ശേഷമുള്ള ആ ഒരു കാണ്ഡഭാഗം ഒരു കുറച്ചെങ്കിലും നിർത്തിയ ശേഷം വേണം കട്ട് ചെയ്തെടുക്കാൻ. ഇത്തരത്തിലുള്ള കട്ടിങ്സ് മണ്ണിലേക്ക് താഴ്ത്തി വെച്ച് കഴിഞ്ഞാൽ വേര് പിടിച്ച് കിട്ടുന്നതാണ്. പ്രത്യേകിച്ച് റൂട്ടിങ് ഹോർമോൺ ഒന്നും ഇല്ലാതെ തന്നെ ഞാൻ എടുത്തു വെച്ച കട്ടിങ് വേര് പിടിച്ച് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കട്ടിങ് ഇതാണ്. ഇതുപോലെ നേരത്തെ ഞാനിതിൻ്റെ ആ ഒരു മണ്ടഭാഗം ഒടിച്ച് കുത്തിയതാണ്. അപ്പോൾ ഇതിന് വേരൊക്കെ വന്ന് നന്നായിട്ട് നിൽക്കുകയാണ്. ഇനി ഇതിന് പുതിയ തൈകളൊക്കെ വരാനായിട്ട് ആരംഭിക്കുന്നുണ്ട്. അപ്പോൾ ഇതാണ് ഇതിൻ്റെ ആ ഒരു വേരുകൾ. ഇപ്പോൾ ഞാനിന്ന് പിഴുത് കാണിക്കുകയാണ്. അപ്പോൾ ഇതേപോലെ വേരുകളൊക്കെ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഇനി തൈകളൊക്കെ വരണമെന്നുണ്ടെങ്കിൽ നമ്മൾ വളങ്ങളൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ കൂടുതലായിട്ടും വളർന്ന് ചെറിയ ചട്ടിയിലാണ് വെച്ചിരിക്കുന്നത്. ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞു, എനിക്ക് ഇൻഡോറിലേക്കൊക്കെ എടുത്ത് വെക്കണമെങ്കിൽ ഒരുപാട് വലിപ്പമുള്ള ചട്ടിയിലൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉൾവശത്തേക്കൊക്കെ കൊണ്ടുപോകാനായിട്ട് പാടായിരിക്കും. അപ്പോൾ ഒരുപാട് വെയിറ്റുള്ള ചട്ടി നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും ചുമന്നുകൊണ്ടൊക്കെ പോകുന്നതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് കാരണം ചെറിയ ചട്ടികളിലാണ് നമ്മൾ വെക്കുന്നത്. ഇനി ഈ ചെടി തിരിച്ച് വീണ്ടും ഈ ചട്ടിയിലേക്ക് തന്നെ നട്ട് വെച്ച് കൊടുക്കാം. അത് വീണ്ടും പതിയെ അങ്ങ് കിളിച്ചോളും. ഇനി നമുക്ക് ഈ ചെടിക്ക് വേണ്ടുന്ന വളം നിർമ്മിക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ചെറിയ ചട്ടികളിലാണ് നമ്മൾ ഈ ചെടികൾ നട്ടിട്ടുള്ളതെങ്കിൽ കൂടുതലായിട്ടും സോളിഡ് ആയിട്ടുള്ള ഫെർട്ടിലൈസറുകൾ ഇടാനായിട്ട് സ്പേസ് കാണത്തില്ല. അപ്പോൾ നമുക്ക് ലിക്വിഡ് ഫെർട്ടിലൈസറുകൾ ഇതിന് കൊടുക്കാം. ഏറ്റവും നല്ലൊരു ലിക്വിഡ് ഫെർട്ടിലൈസറാണ് നമ്മളിപ്പം തയ്യാറാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 സ്പൂൺ പച്ച ചാണകമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് നമ്മൾ കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയെടുക്കണം. അപ്പോൾ ഇത് ഫ്രഷായിട്ടുള്ള പച്ച ചാണകമാണ്. ഇതിലേക്ക് നമ്മൾ കുറച്ച് വെള്ളം കൂടി ചേർത്ത് നന്നായിട്ട് കലക്കിയെടുക്കണം. അതിനുശേഷമാണ് നമ്മൾ ഇത് ചെടിയുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ആദ്യം കുറച്ച് വെള്ളത്തിൽ നന്നായിട്ട് കലക്കിയതിന് ശേഷം വീണ്ടും കുറേ കൂടി വെള്ളം എടുത്തിട്ട് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം. ഇതുപോലെ തെളി രൂപത്തിലുള്ള ഒരു വളമാണ് നമ്മൾ ചെടികൾക്ക് കൊടുക്കുന്നത്. ഒരിക്കലും കട്ടിക്ക് നമ്മൾ ചെടികളുടെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കരുത്. ഇത് നമുക്ക് വളരെ സുരക്ഷിതമായിട്ട് നമ്മുടെ ചെടികൾക്ക് കൊടുക്കാവുന്ന ഏറ്റവും നല്ലൊരു വളമാണ്. ഇതൊരു 10 ദിവസം കൂടുമ്പോൾ നമ്മൾ ചെടിയുടെ ചുവട്ടിലേക്ക് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ
ചെടിക്ക് അത്ഭുതകരമായിട്ടുള്ള വളർച്ചയാണ് ഉണ്ടാകുന്നത്. നമ്മൾ വളരെ കുറച്ച് മാത്രം കൊടുത്താൽ മതി. ഞാൻ ഇതുപോലെ സ്പൂണിലാണ് ഇൻഡോറിലിരിക്കുന്ന പ്ലാന്റ്സിനൊക്കെ കൊടുക്കുന്നത്. ഇതിലൊരു 10-20 സ്പൂണൊക്കെ ഞാൻ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കും. ഇങ്ങനെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ മണ്ണിൽ മൊത്തത്തിൽ പിടിക്കുകയും ആ ചെടിക്ക് വളരെ കുറേശ്ശെ തുള്ളി തുള്ളിയായിട്ടാണ് ഇതിൻ്റെ വേരുകൾ ഇത് ആഗിരണം ചെയ്യുന്നത്. നമ്മൾ ഒറ്റയടിക്ക് കുറേ വെള്ളം എടുത്ത് ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അത് പെട്ടെന്ന് അങ്ങ് വാർന്നു പോകും. അപ്പോൾ നിർത്തി നമ്മൾ ഇതിൻ്റെ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ ഇത് വളരെ സാവധാനത്തിൽ ഈ വളങ്ങളെല്ലാം ആഗിരണം ചെയ്ത് നമ്മുടെ ചെടി നല്ല ഹെൽത്തി ആയിട്ട് നിൽക്കും. കൂടുതൽ തൈകൾ പൊട്ടി വരും. അപ്പോൾ നമുക്ക് കൂടുതലായിട്ട് സ്പേസ് ഇല്ലാത്തവർക്കൊക്കെ ഇതേ കണക്ക് ലിക്വിഡായിട്ട് നമ്മുടെ ചെടിയുടെ ചുവട്ടിലേക്ക് ഇത് ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി നമുക്ക് ചാണകത്തളി ലഭ്യമല്ല എന്നുണ്ടെങ്കിൽ ഇതേപോലെ കൊന്നയില, ശീമ കൊന്നയില എടുക്കുക. ഇത് കുറച്ച് വെള്ളത്തിലേക്ക് ഇട്ട് വെക്കുക. ഇത് ഈ തണ്ടിൽ നിന്ന് വേർപെടുത്തി ഇലകൾ വെള്ളത്തിലേക്കിട്ട് 2-3 ദിവസം വെച്ച് കഴിഞ്ഞാൽ ഇതിൽ നിന്ന് സത്ത് നമുക്ക് ലഭ്യമാകുന്നതാണ്. അപ്പോൾ ഇതുപോലെ നമുക്ക് ഈ ഇലയുടെ സത്ത് എടുത്തതിന് ശേഷം വെള്ളം കൂടി ചേർക്കണം. അപ്പോൾ നമ്മൾ ഒരു 2 ഇരട്ടി വെള്ളമൊക്കെ ചേർത്താൽ മതി ഇതിൻ്റെ സത്തിൽ. ഇത് നമുക്ക് നമ്മുടെ ചെടികൾക്ക് ഈ ചാണകത്തെളിക്ക് പകരം ഒഴിച്ചു കൊടുക്കാം. ഏറ്റവും കൂടുതൽ നൈട്രജനും മറ്റ് പോഷകങ്ങളും എല്ലാം അടങ്ങിയിട്ടുള്ള ഒരു ഇലകളുടെ സത്താണിത്. അപ്പോൾ ഇത് ചാണകത്തെളി പോലെ തന്നെയാണ് നമ്മുടെ ചെടി പെട്ടെന്ന് ആഗിരണം ചെയ്യും, നല്ല രീതിയിൽ വളർന്നു വരും. പച്ച ചാണകം ഇല്ലെങ്കിൽ നമ്മൾ ഇതുപോലെ ഇല സത്ത് തയ്യാറാക്കി ചെടിക്ക് 10 ദിവസം കൂടുമ്പോൾ ചുവട്ടിൽ ഒഴിച്ചു കൊടുത്താൽ മതി. ഒരുപാട് തൈകൾ വരും. അതുപോലെ തന്നെ ചെടി നല്ല ഗ്രോത്ത് ഉണ്ടാവും. തീർച്ചയായിട്ടും ഇത് നമ്മൾ പ്രയോഗിക്കാനായിട്ട് വളരെ എളുപ്പമാണ്. ചിലവ് കുറഞ്ഞ ഒരു മെത്തേഡാണിത്. അപ്പോൾ ഈ വളവും വളരെ കുറേശ്ശെയായിട്ട് എടുത്ത് മണ്ണിലേക്ക് ചേർത്ത് കൊടുക്കുക. ഒന്നാമതായിട്ട് വളരെ ചെറിയ ചട്ടിയാണ്. നമ്മൾ വളരെ കൂടുതൽ വളം, ലിക്വിഡ് ഫെർട്ടിലൈസറൊക്കെ എടുത്ത് ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ആ ചുവട്ടിലെ ദ്വാരങ്ങൾ വഴി ഇറങ്ങി അങ്ങ് പോകും. അത് മണ്ണിൽ പിടിച്ച് കിട്ടത്തില്ല. അതുകൊണ്ടാണ് കുറച്ച് സാവധാനത്തിൽ കുറേശ്ശെ വളം ഇതിൻ്റെ ചുവട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത്. ഈ അഗ്ലോണിമയുടെ തൈകൾ ചട്ടിയിൽ നിറയെ പിടിപ്പിച്ച് കഴിഞ്ഞാൽ കാണാൻ നല്ല ഭംഗിയാണ്. ഇപ്പോൾ പൂക്കളുണ്ടാകുന്ന ചെടികളെക്കാളും കൂടുതൽ ആയുസ്സോടുകൂടി നിൽക്കും. കുറേ നാൾ നമ്മുടെ വീട്ടിൽ അതേപോലെ തന്നെ നിൽക്കും. അതിൻ്റെ നിറം മങ്ങിപ്പോകത്തില്ല. പുതിയ ഇലകൾ വരുന്നത് നല്ല ഫ്രഷായിട്ട് നിൽക്കും. ഇതൊക്കെയാണ് നല്ല മെഴുക് പോലെ നല്ല തിളങ്ങുന്ന ഇലകളോടുകൂടി നിൽക്കും. ഇത് കണക്ക് നമ്മൾ വളം കൊടുത്തു കഴിഞ്ഞാൽ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ തീർച്ചയായിട്ടും ഈ രീതി ഒന്ന് പരീക്ഷിച്ച് നോക്കുക. നമ്മുടെ ചെറിയ അഗ്ലോണിമ പ്ലാന്റൊക്കെ ചെറിയ ചട്ടികളിലേക്ക് എടുത്ത് വെച്ചിട്ട് ഒന്ന് നട്ടു കൊടുത്ത് ഇതേപോലെ ലിക്വിഡ് ഫെർട്ടിലൈസറുകൾ ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ചട്ടിയിൽ നിറയെ തൈകൾ വളരെ എളുപ്പത്തിൽ തന്നെ ഉണ്ടാക്കാനായിട്ട് സാധിക്കും. അതുപോലെ ഈ അഗ്ലോണിമയുടെ തൈകൾ ഒരുപാട് വളർന്ന് വലിപ്പത്തിലുള്ള ഇലകളും ഒരുപാട് തൈകളും ഒക്കെ ആയിക്കഴിഞ്ഞാൽ ആ ചട്ടിയിൽ നിന്നും കുറച്ചുകൂടി വലിപ്പമുള്ള ചട്ടിയിലേക്ക് ഇതൊന്ന് മാറ്റി നട്ടു കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നട്ടു കഴിഞ്ഞാലായിരിക്കും കൂടുതൽ ഭംഗി. അതുപോലെ തന്നെ അതിൽ നമുക്ക് കുറേ അധികം തൈകൾ അതിൽ നിന്ന് അടർത്തി മാറ്റി പുതിയ തൈകളാക്കി മാറ്റുകയും ചെയ്യാം. ഇലച്ചെടികളൊക്കെ വളർത്തി സെയിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് തിരഞ്ഞെടുക്കാവുന്ന ഒരു നല്ല ചെടിയാണ് അഗ്ലോണിമ. പല വെറൈറ്റീസ് കിട്ടുമെന്നുള്ളതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ഇതുപോലെ തന്നെയാണ് പീസ് ലില്ലിയും. പൂക്കളും ഉണ്ടാവും. അതുപോലെ തന്നെ ഇൻഡോറിലൊക്കെ വെക്കാൻ പറ്റിയ ഒരു നല്ല പ്ലാന്റാണ് പീസ് ലില്ലി. അപ്പോൾ പീസ് ലില്ലിയെക്കുറിച്ച് നേരത്തെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ കെയറിങ് അഗ്ലോണിമ ചെടിയെ പോലെ തന്നെയാണ്. അപ്പോൾ ഇന്നത്തെ ഈ വീഡിയോ ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. ഇന്നത്തെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം. അതുപോലെ ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. ബൈ.